ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കൂടുതൽ ലൈംഗിക അതിക്രമ പരാതികൾ വന്നു. തൊടുപുഴയിൽ വെച്ച് യുവനടൻ കടന്നുപിടിച്ചെന്ന് ഒരു നടി പരാതി കൊടുത്തിട്ടുണ്ട്. 2013 അതിക്രമം ഉണ്ടായി എന്നാണ് പരാതി. സലീം മാലിക് ടെലിഫോണിൽ തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ സലീം മാലിക്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി പ്രളയം തന്നെ ഉണ്ടാകുമെന്ന് ഈ അന്വേഷണ സംഘം തന്നെ നേരത്തെ വിലയിരുത്തിയിരുന്നു. ഏറെക്കുറെ അതിന് സമാനമായാണ് ഈ അന്വേഷണ സംഘം അതിന്റെ ഓരോ കേസുകളും പരിഗണിക്കുന്നതിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വിവിധ പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് വരികയാണ്. ഇതിൽ ഏറ്റവും പുതുതായി വന്ന പരാതിയാണ് യുവനടി ഇപ്പോൾ ആ, ആ, പരാതിപ്പെട്ടിരിക്കുന്നത്. ഒരു യുവനടനെതിരെ ആ യുവനടന്റെ പേര് ആ നടി വെളിപ്പെടുത്തിയിട്ടില്ല. മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നു. തൊടുപുഴയിൽ 2013 ഒരു സിനിമാ സെറ്റിൽ വെച്ച് ഈ ബാത്റൂമിൽ പോയി തിരികെ ഇറങ്ങി വരുന്ന വഴി കടന്നുപിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പരാതി. മാത്രമല്ല ആ പരാതിയിൽ ഈ വേട്ടക്കാരന്റെ പേര് കൃത്യമായി തന്നെ ഈ അന്വേഷണ കമ്മീഷന് മുൻപിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ പേര് വെളിപ്പെടുത്താൻ മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്താൻ ഇതുവരെയും ആ നടി തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം അവർ മാധ്യമങ്ങളെ കാണാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യമെങ്കിൽ പേര് വെളിപ്പെടുത്തുമെന്നും പറയുന്നു. വീട്ടുകാരിൽ നിന്നുള്ള തനിക്ക് പേര് വെളിപ്പെടുത്താൻ മടിയില്ല, പക്ഷേ വീട്ടുകാരിൽ നിന്നുള്ള സമ്മർദ്ദം മൂലമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പേര് വെളിപ്പെടുത്താത്തത്. പക്ഷേ വൈകാതെ തന്നെ ആ പേര് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ വെളിപ്പെടുത്തുമെന്നും പറയുന്നു. തന്നെ താൻ എതിർത്തിട്ട് പോലും തന്നെ കടന്നു പിടിക്കുകയായിരുന്നു. അതിനുശേഷം ബലമായി ചുംബിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് വിവിധ ഘട്ടങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഈ നടി തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞതാണ്. മാത്രമല്ല മറ്റു രണ്ടുപേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് നേരിട്ടുള്ള ലൈംഗികാതിക്രമം അല്ലാത്തതിനാൽ തൽക്കാലം അതിൽ പരാതിയുമായി മുന്നോട്ടില്ല. പക്ഷേ നേരിട്ടുള്ള ലൈംഗികാതിക്രമം എന്ന നിലയിലാണ് തൊടുപുഴയിലെ സെറ്റിൽ വെച്ച് നടന്ന അക്രമത്തിൽ പരാതി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതോടുകൂടി തന്നെ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇതിനോടകം 5 പരാതികൾ വന്നു കഴിഞ്ഞു. അതിലൊക്കെ ഓരോ പ്രത്യേക ടീമായി അന്വേഷിക്കുക എന്നുള്ളതാണ്. സലീം മാത്രമല്ല ഓരോന്നോരോന്നായി ഓരോരുത്തരുടെയും ആദ്യഘട്ടത്തിൽ ഈ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.